ഹായ് ഹലോ. നമ്മളിന്നേ ഈ ഒരു മോളുടെ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ നേരത്തെ എണീറ്റിട്ട് പോകാനാണ്, വടക്കുന്നാഥനിലേക്ക് പോകാനാണ് കേട്ടോ. അപ്പോൾ നേരത്തെ യാത്രയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഇനി വണ്ടി വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ അവിടുന്ന് വിജയ് ഇങ്ങോട്ട് വരും, എന്നിട്ട് ഇവിടുന്ന് പോകാനാണ്. ചെറിയ മഴയുണ്ട് കേട്ടോ. ഭയങ്കര ഒരു അടഞ്ഞ അന്തരീക്ഷമാണ്, ഒരു മൂടിക്കെട്ട അന്തരീക്ഷമാണ്. എന്നാലും കുറേ കഴിയുമ്പോഴേക്കും ഇതാവുമെന്ന് വിചാരിക്കും. നമുക്ക് 7 മണിയാകുമ്പോഴേക്കും അവിടെ എത്തണേ, 7 മണിക്ക് എത്തണം. അപ്പോൾ അവിടെ വന്നോളും, ഫോട്ടോഗ്രാഫി അവിടെ വന്നോളും. അപ്പോൾ അങ്ങോട്ട് പോവുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. അവിടെ വന്നിട്ട് നമുക്ക് ഇതാണ് കേട്ടോ മോളുടെ ലുക്ക് എന്ന് പറയുന്നത്. മോളുടെ ലുക്ക് ഇതാണ്. അതായത് ഫോട്ടോ എടുത്തിട്ട് മോൾക്കൊന്ന് ഇട്ട് കൊടുത്തോളൂ കേട്ടാ. ഈ പൂക്കളം ചുറ്റും അങ്ങനെ ഇട്ടോ. തുളസി അതിൻ്റെ ആ ചുവപ്പിൻ്റെ ഇടയിൽ വേണമെങ്കിൽ വെച്ചോളൂ. അപ്പം ഞങ്ങൾ വരണേക്കാട്ടും മുന്നേ അവരിവിടെ എത്തിയിട്ടാ. ഞങ്ങൾ കുറേ വൈകിട്ടാണ് വന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇവർ ഇവിടെ എത്തിയിട്ട് തൊട്ട് വിളിച്ചു വിട്ടാ. രജീഷും കുട്ടികളും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ചെയ്യാണ് കേട്ടോ. ഇവിടെ സമയം കുറച്ച് നേരം വെളുത്ത് കഴിഞ്ഞാലത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നടക്കാൻ പോണവർ, രാവിലെ നടക്കാൻ പോണവർ, അതുപോലെ അമ്പലത്തിൽ നിന്ന് വന്നുള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങനെ റൗണ്ടിൽ അമ്പലത്തിൻ്റെ മുന്നിൽ കൂടെ അങ്ങനെ കുറേ ആളുകൾ വരും. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നിൽക്കേണ്ടി വരും. അതാണ് കേട്ടോ ഒരു കുഴപ്പം. കണ്ടില്ലേ ഒരു ചേട്ടൻ. അപ്പം അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് നല്ല നേരത്തെ വരാൻ പറയുന്നത് കേട്ടോ. രജീഷിന്റെ വീഡിയോ എടുക്കാൻ ഞാനിവിടെ ഇരുന്നിട്ടാ. ഞാനിവിടെ ഹാലിൻ്റെ കടയ്ക്ക് സെറ്റായിട്ടുണ്ട്, ഇരിക്കുന്നുണ്ട്. കണ്ടവർ ഇവിടെ ഇരിക്കണോ, ഞാനിവിടെ ഇരിക്കണോ. ഞങ്ങൾ കേരളവർമ്മ കോളേജിൽ പഠിക്കുമ്പോഴേ ഇവിടെ വരാത്തൊരു ദിവസം ഉണ്ടാവില്ല. വടക്കുന്നാഥൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ നേരെ റൗണ്ടിലേക്കാണ് വരിക. എന്നിട്ട് ഇവിടെ ഈ അമ്പലത്തിൽ പാറമേക്കാവിൽ കയറി തൊഴുത് ഇവിടെ വന്ന് കുറേ നേരം നടന്ന് ഒക്കെ തിരിച്ച് പോവാട്ടാ കോളേജിലേക്ക്. അങ്ങനെയാണ്. ഈ റൗണ്ടായിട്ട് നല്ല ബന്ധമായിരുന്നേ ആ കോളേജിൽ പഠിക്കുന്ന സമയത്തേ. നമ്മൾ കുറേ പേരുണ്ടാവും അങ്ങനെ. പിന്നെ ഈ ഭാഗത്തുനിന്ന് വരുന്നവരൊക്കെ ഇവിടെ ഇറങ്ങും, ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വരും. അങ്ങനെയായിരുന്നു കേട്ടാ. അപ്പം അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരിക ഇവിടെ ഇരിക്കുമ്പോൾ. കണ്ണൻ പോന്നിട്ടില്ല കേട്ടാ. അവന് ജോലി ഉണ്ട്, കാരണം കൊണ്ട് പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന്
ഏത് രീതിയിലാണെന്നൊക്കെ നോക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെ ഞങ്ങളങ്ങനെ നോക്കി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ പറയുന്ന പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്കിതിനെക്കുറിച്ച് യാതൊരു ചുക്കും ചുണ്ടാമ്പും അറിയില്ല കേട്ടോ. ചേച്ചി കണ്ട നടക്കാൻ വന്നിട്ട് ഇവിടെയുള്ളവർക്ക് സുഖമാണ് നടക്കാൻ. അയ്യോ, മോളുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മോൾക്ക് തീരെ അഭിനയം വരില്ല മുഖത്ത്. അവളെ ഒരു വിജൃംഭിച്ചിരിക്കും മുഖം. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അങ്ങനെ ചെയ്യുന്നൊക്കെ പറയുമ്പോഴേ ഇങ്ങനെ ഒരു ഇതായിട്ടിരിക്കും മുഖം. ഒന്നും വരില്ല, പിന്നെ മുഖത്ത് ഒരു എക്സ്പ്രഷനും വരില്ല. അതാണ് അവളുടെ കുഴപ്പമെന്ന് പറയുന്നത്. എന്നാലോ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിരിക്കുകയും ചെയ്യും. വിജയ് പിന്നെ ഒപ്പിക്കും അവന് പറഞ്ഞ പോലെയൊക്കെ. നമ്മളൊന്ന് ചെയ്ത് ശരിയായി വരുമ്പോഴേക്കും ഏതെങ്കിലും ഒരു ചേട്ടൻ കയ്യും വീശി നടന്നു വരും കേട്ടോ. അതാണ് ചെറിയൊരു കുഴപ്പം. അവർക്കും ബുദ്ധിമുട്ട്. അവരിങ്ങനെ നടക്കുന്ന ആളുകളല്ല. അപ്പം ആ നടത്തത്തിനൊരു ഇത് വരും. അവിടെ വരുമ്പോൾ ഈ ചേട്ടൻ കണ്ട ഇതിലേ പോയിട്ട് ഇങ്ങനെ വന്നു. ചിലവരങ്ങനെ ചെയ്യില്ല, കണ്ടാലും നേരെ അങ്ങോട്ട് കയറി വരും. ചില ആളുകൾ നമ്മളെ മനസ്സിലാക്കുന്നു അറിയില്ലേ, അങ്ങനെ മനസ്സിലാക്കും. ചിലവരങ്ങനെയല്ല, അവരവിടെ വീഡിയോ പിടിക്കാൻ എനിക്കിതിൽ തന്നെ നടക്കാൻ പറ്റുമോ എന്നുള്ള ഭാവത്തിൽ അങ്ങനെ നടന്നു വരും ചില ചേട്ടന്മാർ. ചിരി വരുന്നില്ല അവൾക്ക്. ചിരിച്ചിട്ട് നോക്കാൻ പറയുമ്പോ ചിരി വരുന്നില്ല. ഇപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് കൊണ്ടുവന്നതാണ് കേട്ടത്. അവർ ചാലിശ്ശേരിയിൽ നിന്ന് ഇത് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ വിൽക്കണതാണ്. അപ്പോൾ ആ ചേട്ടൻ അങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഒരു കാഴ്ചയില്ലാത്തൊരു ചേട്ടനാട്ടാ. അപ്പോൾ നമ്മൾ അടുത്തേക്ക് വന്നപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇന്ന് വിനായക ചതുർത്ഥി അല്ലേ, അപ്പോൾ ഗണപതിയുടെ
രൂപത്തിലുള്ളത് തന്നെ നമുക്ക് കിട്ടിയിട്ടത്. നല്ല രസമുണ്ടല്ലേ, കെട്ടിയിടാനൊക്കെ നമ്മുടെ വീടിൻ്റെ ഡോറിൻ്റെ അവിടെയൊക്കെ കെട്ടിയിടാൻ പറ്റും. അപ്പം ഞാനിതൊരെണ്ണം വാങ്ങിയില്ല. ഞാനതല്ല, ഈ മഴ വേണമെന്നൊന്നും എടുക്കാം. മഴയത്ത് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് എന്ന് പറയാം. ഞാനവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ ചെയ്യുമ്പോഴേക്കും മഴ പെയ്തു കേട്ടോ. അപ്പോൾ മഴ പെയ്തപ്പോൾ അവിടെ കാറിൽ പോയിരുന്നു കുറേ നേരം. മഴ ഇപ്പോഴും പൂർണ്ണമായിട്ട് നിൽക്കണില്ല, അങ്ങനെ തൂളലായിട്ട് പെയ്യുന്നു. ചെറിയ സൂചി മഴ എന്നൊക്കെ പറയില്ലേ, അത് സംഭവം. എന്തായാലും കുഴപ്പമില്ല, എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാട്ടോ. നല്ല അന്തരീക്ഷം, നല്ല എന്താ പറയുക, നമുക്ക് ആവശ്യമായ പാകത്തിനുള്ള വെളിച്ചമൊക്കെയാണ്. പക്ഷേ ചെറിയ മഴ. അപ്പോൾ അവിടെ ഡ്രസ്സിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ ഷെയ്ഡ് വീഴുവേ. പിന്നെ മഴയത്ത് എടുക്കണതാണെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. പക്ഷെ അതിന് മുമ്പ് കുറച്ച് വേറെയും ചിത്രങ്ങൾ വേണമല്ലോ, അത് കാരണം കൊണ്ടാണ്. അപ്പോൾ അമ്പലത്തിൽ നല്ല തിരക്കാട്ടോ. പൊതുവെ എല്ലാ ഞായറാഴ്ചയും വിശേഷ ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കുള്ള അമ്പലം തന്നെയല്ലേ. പിന്നെ നമ്മൾ ഈ ഫോട്ടോ വീഡിയോ ചെയ്യണതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറിയ എന്താ പറയുക, കുട്ടികളതിനൊക്കെ കൊണ്ടുവന്നവർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് എല്ലാവർക്കും കൂടി നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് എടുത്തു തരുമോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ അത് എടുത്തു കൊടുക്കാനും നമ്മൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് ഒരു ബാഗ് എടുത്തിട്ട് ആരോട് വെച്ചിട്ട് കിട്ടതില്ല. ഞാനിത് ആവശ്യം വെച്ചിട്ട് വലിയ ബാഗ് എടുക്കാണ്ട് ഒരു ബാഗ് എടുത്താണെങ്കിൽ നമുക്ക് ബാഗ് ഇടാൻ വേണ്ടിയിട്ടാ. ഇല്ലടാ, ഞാൻ വിചാരിച്ച ഒന്നുമില്ലല്ലോ. അപ്പൊ നമ്മള് അവിടത്തെ കഴിഞ്ഞിട്ട് ഇപ്പൊ അപ്പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. ആ, ഇവിടെ ഗണേശ ചതുർത്ഥിയുടെ ഒരു സംഭവമൊക്കെ നടക്കുന്നുണ്ട്. ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതേ, നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് വന്നിട്ട് ഇങ്ങനെ ഈ റൗണ്ടിൽ ഇങ്ങനെ കറങ്ങി നടക്കണത് ഓർമ്മ വരുന്നത്. തൃശ്ശൂർ പൂരത്തിന് വന്നിട്ടേ ഇങ്ങനെ ഇവിടുത്തെ ഒക്കെ കണ്ട് ഇങ്ങനെ നടന്നു പോവില്ലേ നമ്മൾ, അതൊക്കെ ഓർമ്മ വരുന്നു. ഇവിടെയൊക്കെ നിറയെ എക്സിബിഷൻ്റെ സംഭവങ്ങളൊക്കെ എല്ലാവും ആ സമയത്ത്. അങ്ങനെ റൗണ്ട് ഭയങ്കര എന്താ പറയുക, തിരക്കായി. നമ്മൾ കുറച്ചുകൂടി നേരത്തെ വരണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഇത്തിരി വൈകിപ്പോയി. അത് കാരണമാണ്. എന്നാലും കുഴപ്പമില്ല, മഴയൊക്കെ മാറി കുഴപ്പമില്ലാത്തൊരു അന്തരീക്ഷം. മോളും രജീഷും കൂട്ടരൊക്കെ അങ്ങോട്ട് നടക്കുന്നുണ്ട് കേട്ടോ. വിജയൊക്കെ, രജീഷ് ഫോട്ടോഗ്രാഫറാട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ മരങ്ങൾ ഉണ്ടാകും, വലിയ മുത്തശ്ശി മരങ്ങൾ. ഇവിടെയൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ ടീമുണ്ട് കേട്ടോ എല്ലാ സ്ഥലത്തും. ഇതാ അവിടെ ഇതാ മുകളിൽ ഒക്കെ
ഓരോരോ ടീമുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ റൗണ്ടിൻ്റെ കാഴ്ച. ഇത് നമ്മുടെ പൂരം ഇവിടെയാണ് നിൽക്കുക. അവിടെയാണ് പാറമേക്കാവിൻ്റെ പൂരം നിൽക്കുക. അപ്പോൾ അവിടെ എത്തി നമ്മൾ കേട്ടോ. അവിടെ നല്ല പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. വലിയൊരു പൂക്കളൊക്കെ ഇട്ടുണ്ട് കേട്ടോ അവിടെ. മോള മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. മാലക്കച്ചവടക്കാർ. വലിയ പൂക്കളം. മഴ പെയ്തപ്പോൾ ചെറുതായി ഒന്ന് പൂവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല വട്ടത്തിൽ പൂക്കളം. ഞാനും വടക്കുന്നാഥനും പൂക്കളവും. അതാ പൂക്കളം നല്ല രസമല്ലേ കാണാനായിട്ട്. എല്ലാവരും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യണം. ഞാൻ മഴ പെയ്തപ്പോഴേ ഇവർക്ക് കുട വേണമെന്ന് വെച്ചിട്ട് കുട കൊണ്ട് ചെന്നതാ. അപ്പോൾ രജീഷിനോട് പറയാം, നിങ്ങൾ അവിടെ പോയിട്ട് വല്ല ചട്ടിയും കലമൊക്കെ മേടിക്കാൻ നോക്ക്. ചട്ടിയും കലമൊക്കെ നോക്കി നടക്കുന്നത്. ചട്ടിയും കലമൊക്കെ സെലക്ട് ചെയ്യാൻ പോയിക്കോ, ഞങ്ങളിത് കഴിയുമ്പോൾ അങ്ങോട്ട് വരാമെന്ന്. ഇവിടെ എങ്ങനെ ഇരിക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. നല്ല സുഖം, നല്ല കാറ്റ്, നല്ല കാഴ്ചകൾ എല്ലാം കഴിഞ്ഞു. ഒന്നിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓ സമാധാനം. ഈ വിശന്നിട്ടാ ഞാൻ ഇരിക്കണം. കഴിഞ്ഞാ